ഇല്ല, നമുക്ക് ഇതേപോലെ ലോവർ ടൈം 4 അവർ 50 മിനിറ്റ് നമ്മൾ ഹയർ ടൈം ഫ്രെയിം ഏതാണോ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ 1 മിനിറ്റിന്റെ അല്ലെങ്കിൽ 1 ഹവറിന്റെ ക്യാൻഡലിന്റെ ഹൈസ് ആൻഡ് ലോസ് മാർക്ക് ചെയ്യുന്ന മാർക്കറ്റ് റെസ്പെക്ട് ചെയ്താൽ അത്രത്തോളം മൂവ്മെന്റ്സ് നമുക്ക് കിട്ടൂല. ഡെയിലി എന്ന് പറഞ്ഞാൽ ഡെയിലി, വീക്കിലി, മന്ത്ലി ഈ ഒരു ക്യാൻഡിൽസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ട്രേഡിങ്ങിൽ തന്നെ. അതിന്റെ ഹൈസ് ആൻഡ് ലോസ് മേജർ ലിക്വിഡിറ്റീസ് ആയിട്ട് നമ്മൾ കണക്കാക്കും. ICT സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിലും SMC സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിലും 4 അവർ 1 അവറിന്റെ ഒക്കെ ലോവർ ടൈം ഫ്രെയിം ക്യാൻഡിൽസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാം. അതിന്റെ ഹൈസ് ആൻഡ് ലോസ് എടുത്താലൊന്നും മാർക്കറ്റ് അത്ര മേജർ ആയിട്ടുള്ള മൂവ്മെന്റ്സ് തരൂല. പക്ഷേ നമുക്ക് ഡെയിലി, മന്ത്ലി, വീക്കിലി ഈ ക്യാൻഡിൽസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. അത് എടുത്തിട്ട് മാർക്കറ്റ് നല്ല ക്വിക്ക് ആയിട്ടുള്ള മൂവ്മെന്റ്സ് തരും. മാത്രമല്ല ഇതേപോലെ ഡെയിലി, വീക്കിലി, മന്ത്ലി ഒക്കെ ചൂസ് ചെയ്യണമെങ്കിലാണ് നമുക്ക് ഇതിന്റെ കൺഫർമേഷൻ നമുക്ക് ലോ ടൈം ഫ്രെയിമിൽ നോക്കണ്ടേ. നമ്മളിപ്പോ 4 അവറിൽ എടുക്കുക അല്ലെങ്കിൽ 1 അവറിന്റെ ഹൈസ് ആൻഡ് ലോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫർമേഷൻ നോക്കിയിട്ട് പിന്നെ നമ്മൾ ലോ ടൈം ഫ്രെയിമിലോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഡെയിലി എടുത്തിട്ട് നമ്മൾ 50 മിനിറ്റിൽ കൺഫേം ചെയ്തിട്ട് 1 മിനിറ്റിൽ പോയിട്ടാണ് ട്രേഡ് എടുക്കുന്നത് അല്ലേ. 3 ടൈം ഫ്രെയിം നമുക്ക് അവിടെ ചൂസ് ചെയ്യണം. ഇപ്പൊ 4 അവർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4 അവർ നോക്കിയിട്ട് 5 മിനിറ്റിൽ നോക്കിയിട്ട് 1 സെക്കൻഡിൽ അല്ലെങ്കിൽ 5 സെക്കൻഡിലൊക്കെ ട്രേഡ് എടുക്കേണ്ടി വരും. അപ്പൊ അത്രയും ലോവർ ടൈം ഫ്രെയിമിൽ പോയി എടുക്കേണ്ടി വരും. പിന്നെ ഈ ഒരു 50 മിനിറ്റിന്റെ ചാർട്ടിൽ അല്ലെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിം ചൂസ് ചെയ്തിട്ട് 50 മിനിറ്റിൽ നമ്മൾ കൺഫർമേഷൻ നോക്കിയിട്ട് കിട്ടുന്ന അത്രത്തോളം ആക്യുറസി എങ്ങനെ കിട്ടൂല, താഴെയുള്ള ടൈം ഫ്രെയിമിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ചാണ് മാർക്കറ്റിന്റെ നമ്മുടെ സെറ്റപ്സിനുള്ള ആക്യുറസി കൂടുക. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഒരു ഇൻട്രാഡേ ബേസിക്കില് എടുക്കാൻ പറ്റുന്ന നല്ലൊരു സെറ്റപ്പ് എന്നുള്ളതിൽ ചൂസ് ചെയ്തത്, ഡെയിലി ടൈം ഫ്രെയിം ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നോക്കല്ലേ ഇത്. സോ ഇതെന്താണ്, 1 മിനിറ്റിന്റെ ഫെയർ വാല്യൂ ആപ്പ് ആണ്. 1 മിനിറ്റിലുള്ള ഉണ്ട് ക്ലിയർ ആയിട്ട് 1 മിനിറ്റിലുള്ള FEG ആണിത് അല്ലെ. ഇത് 50 മിനിറ്റിന്റെ FEG. ഇത് എങ്ങനെ കിട്ടിയെന്നുള്ള കൺഫ്യൂഷൻ ഇല്ലല്ലോ. 50 മിനിറ്റിന്റെ FEG ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇവിടുന്ന് ഫസ്റ്റ് വരുന്ന മേലോട്ടുള്ള FEG ആണ് നമ്മൾ നോക്കുക. സോ ഇവിടുന്ന് ഫസ്റ്റ് വരുന്ന ക്യാൻഡിൽ ഇവിടുന്ന് ടാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഒരു ക്യാൻഡിൽ ക്വിക്കായിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്തു. ഇങ്ങനെ ക്ലോസ് ചെയ്ത് നമ്മൾ ഈ ഫെയർ വാല്യൂ ആപ്പ് റെസ്പെക്ട് ചെയ്തെന്നാണോ ഡിസ്റെസ്പെക്ട് ചെയ്തെന്നാണോ കൺസിഡർ ചെയ്യുന്നത്? ഡിസ്റെസ്പെക്ട്, ഫെയിൽ ആക്കിയെന്നാണോ കൺസിഡർ ചെയ്യുന്നത്? അതെ, പക്ഷേ ബോഡി ക്ലോസ് വന്നതുകൊണ്ട് ഡിസ്റെസ്പെക്ട് ചെയ്തു, ഫെയിൽ ആക്കിയെന്നാണ് എല്ലാവരും നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു രീതിക്കൊക്കെ ട്രേഡ് നോക്കും അല്ലെ. ഇത് ഫെയിൽ ആക്കി എന്നുള്ള രീതിക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ രീതിക്കായിരുന്നു ഇതുവരെ ട്രേഡ് നോക്കിയിട്ടുണ്ടായിരുന്നത് അല്ലെ. സോ സെക്കൻഡ് ക്യാൻഡിലാണ് ഇനി മുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നിൽക്കുക. അതായത് ഈ ക്യാൻഡില് ബോഡി ക്ലോസ് വന്നാലും പ്രശ്നമില്ല, ബോഡി ക്ലോസ് വന്നില്ലെങ്കിലും പ്രശ്നമില്ല. ഒരു മിനിറ്റ്, സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ടാണ്. കണ്ടോ, ഇതിന്റെ സൈസ് കാണുന്നുണ്ടോ? ഇത് ഇന്നലത്തെ. ഓക്കെ, അത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ഫയൽ ഇത്രയും വലിയ ഫയൽ ലോഡായി കിട്ടുന്നില്ല. കംപ്രസ് ആവണമെന്നുണ്ടെങ്കിൽ ആ ഫയൽ ഒന്ന് ലോഡ് ആവണം. ഞാൻ അതിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് താഴെ കണ്ടോ, ഇവിടെ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഇതിൽ ലോഡായി കിട്ടുന്നില്ല. അത്രയും വലിയ ഫയൽ ആയതുകൊണ്ടാണോ അറിയില്ല. പിന്നെ യൂട്യൂബ് ആണ് ഒന്നുകൂടി ബെറ്റർ ഓപ്പർച്യൂണിറ്റി അല്ല, ബെറ്റർ ഓപ്ഷൻ. ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ മതി. അതില് ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടേ ഉള്ളൂ. അതിൽ വേണമെന്നുണ്ടെങ്കിൽ ഓഫ്ലൈനിലോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് വെക്കേണ്ടി വരും. വേറെ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ടാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്യാൻഡിൽ, ഈ ക്യാൻഡിൽ ബോഡി ക്ലോസ് ആണെങ്കിലും പ്രശ്നമില്ല, ബോഡി ക്ലോസ് അല്ലെങ്കിലും പ്രശ്നമില്ല. നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ആയിട്ട്
ഇങ്ങനെ ക്ലോസ് ആയാൽ, അതായത് ഈ ക്യാൻഡിൽ ഉണ്ടല്ലോ, ഫസ്റ്റ് ഈ ഫെയർ വാല്യൂ ആപ്പിൽ വന്ന് ടാപ്പ് ആയ ക്യാൻഡിൽ, ഈ ക്യാൻഡിൽ ഉണ്ടല്ലോ, ഈ ക്യാൻഡിലിന്റെ ഹൈയുടെ മേലെ, അതായത് ഈ ക്യാൻഡിലിന്റെ വിക്കിന്റെ മേലെ എന്താവണം, ബോഡി ക്ലോസ് വന്നാലേ നമ്മൾ ഫെയിൽ ആയി എന്ന് കൺസിഡർ ചെയ്യുള്ളൂ. ക്ലിയർ ആണോ? ഇങ്ങനെ ക്ലോസ് ആവണം മാർക്കറ്റ്. ഇതാ ഫെയർ വാല്യൂ ആപ്പിൽ വന്ന പ്രൈസ് ഉണ്ടല്ലോ, ഈ ക്യാൻഡിൽ അല്ല ഇപ്പോൾ ഫെയർ വാല്യൂ ആപ്പിൽ വന്നത്, നമ്മൾ ഇവിടുന്ന് 50 മിനിറ്റിൽ ഒന്ന് ടാപ്പായി. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? 50 മിനിറ്റിൽ ഒരു പ്രൈസ് ഒന്ന് ടാപ്പായി. ഇവിടുന്ന് എന്നിട്ട് നമ്മൾ 1 മിനിറ്റിലുള്ള ക്യാൻഡിലാണത്. ഇതിപ്പോ 1 മിനിറ്റിന്റെ ക്യാൻഡിലാണ്. ഈ ക്യാൻഡിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് 1 മിനിറ്റിന്റെ ക്യാൻഡിൽ റെസ്പെക്ട് ചെയ്തിട്ടുണ്ടോ ഫെയിൽ ആക്കിയോ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫെയർ വാല്യൂ ആപ്പ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം നമ്മൾ. ഇതാ ഈ 1 മിനിറ്റിന്റെ ഫെയർ വാല്യൂ ആപ്പ് റെസ്പെക്ട് ആണോ ഇത് ഫെയിൽ ആക്കിയാലല്ലേ നമ്മൾ ബൈ നോക്കുള്ളൂ. ഓക്കെ, അപ്പോ അത് നോക്കുകയാണ് നമ്മൾ. ഇത് ഫെയിൽ ആക്കിയിട്ടുണ്ടോ എന്ന് നോക്കൽ എങ്ങനെയാണ്, ഫസ്റ്റ് ക്യാൻഡില് ഇത് ഇങ്ങനെ ബോഡി ക്ലോസ് വന്നെന്ന് വിചാരിച്ചു, അത് ഈ ഫെയർ വാല്യൂ ആപ്പിന്റെ കംപ്ലീറ്റ്ലി അപ് സൈഡിൽ വന്ന് ബോഡി ക്ലോസ് കിട്ടിയാൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണ്ട? ഹലോ ക്ലിയർ ആണോ? അപ്പോ ഹലോ ജോയിൻ ആയില്ലേ? ആ, ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കുക. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ എന്താ വെച്ചാൽ ഈ ക്യാൻഡില് ഫസ്റ്റ് ഫെയർ വാല്യൂ ആപ്പിൽ വന്ന് ടാപ്പ് ആവുന്ന ഈ ക്യാൻഡില് ബോഡി ക്ലോസ് ആയാൽ പോലും നമുക്ക് പ്രശ്നമില്ല. അത് പ്രശ്നമില്ല മീൻസ് അത് ഫെയിൽ ആയി എന്ന് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഈ ഒരു 1 മിനിറ്റിന്റെ ഫെയർ വാല്യൂ ആപ്പ് റെസ്പെക്ട് ചെയ്തിട്ടാണ് സ്റ്റിൽ നിൽക്കുന്നതാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതിനുശേഷം വരുന്ന ക്യാൻഡിൽ ഉണ്ടല്ലോ, അതാണ് സെക്കൻഡ് ക്യാൻഡിൽ. സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് അതാണ്. സെക്കൻഡ് ക്യാൻഡിൽ റിജക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ക്യാൻഡിൽ ഇങ്ങനെ റിജക്ട് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും ഇങ്ങനെ താഴെ പോവാം, ഇങ്ങനെ താഴെ പോവാം. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത് സെക്കൻഡ് ക്യാൻഡിൽ. ഫെയർ വാല്യൂ ആപ്പിൽ വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷമുള്ള ക്യാൻഡിൽ, ഫെയർ വാല്യൂ ആപ്പിൽ വന്ന് ടാപ്പ് ചെയ്ത ഈ ക്യാൻഡിലിനല്ല ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതിനുശേഷം വരുന്ന നെക്സ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിലിനാണ് ഇമ്പോർട്ടന്റ്. ഈ ക്യാൻഡിൽ പ്രീവിയസ് ക്യാൻഡിൽ, ഈ ഫെയർ വാല്യൂ ആപ്പിൽ വന്ന് ടാപ്പ് ചെയ്ത ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, ഈ ക്യാൻഡിലിന്റെ വിക്കിന്റെ മേലെ ഇതേപോലെ ബോഡി ക്ലോസ് വന്നു കഴിഞ്ഞാൽ, ഇതേപോലെ ഇങ്ങനെ ബോഡി ക്ലോസ് വന്നു കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫെയർ വാല്യൂ ആപ്പ് റെസ്പെക്ട് ചെയ്തുള്ളൂ എന്ന് കൺഫേം ആക്കുള്ളൂ. ക്ലിയർ ആണോ ആഷിം ബ്രോ? ബ്രോ പോയോ? ഹലോ ഡൗട്ട് മൈക്ക് മ്യൂട്ട് ചെയ്ത. ഓക്കെ, വീഡിയോയിൽ നോക്കാം. ക്ലിയർ അല്ലേ? സോ ഈ ക്യാൻഡിൽ ഉണ്ടല്ലോ, നമ്മൾ ഫെയർ വാല്യൂ ആപ്പിൽ ഒന്ന് ടാപ്പ് ചെയ്യുന്ന എക്സാമ്പിൾ കാണിച്ചു തരാം. അതിൽ ചാർട്ടിൽ കുറച്ച് എക്സാമ്പിൾസ് കൂടി കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു ഹൈയുടെ മേലെ വന്നിട്ട് ഇതേപോലെ നെക്സ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ ബോഡി ക്ലോസ് കിട്ടിയിട്ടുണ്ടോ അതോ റിജക്ഷൻ ആണോ നോക്കുക. ബോഡി ക്ലോസ് കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് വെക്കുക, ഇവിടെ ട്രേഡ് ഇടുക. ഈ ഒരു ഹൈന്റെ ഇവിടെ തന്നെ മാർക്കറ്റിൽ കയറിയിട്ട് സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചിട്ട് ഈ ഒരു രീതിക്ക് നമ്മൾ സെറ്റപ്പ് നോക്കും. ഇങ്ങനെ എങ്ങനെയാ? ആ ആ ആ അല്ലല്ല, ബോഡി ക്ലോസ് വന്നാലാണ് ഫെയിൽ ആവുക, ഫെയിൽ ആയി എന്ന് പറയാം. അതെ, എഫ് ഇ ജിയിൽ ഫസ്റ്റ് വന്ന ടാപ്പ് ആവുന്ന ക്യാൻഡിൽസിന് ഇനി മുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിന് ശേഷം വരുന്ന ക്യാൻഡിൽ ഉണ്ടല്ലോ, ടാപ്പ് ആയതിനു ശേഷം വരുന്ന രണ്ടാമത്തെ ക്യാൻഡിൽ, പറഞ്ഞു.
ആ ആ ഓക്കെ. ബോഡി ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐന്റെ മേലെ വിക്ക്, ബോഡിയുടെ മേലല്ല കേട്ടോ, ഈ ഒരു വിക്കിന്റെ മേലെ ഇതേപോലെ ബോഡി ക്ലോസ് വന്നാൽ, സെക്കൻഡ് ക്യാൻഡിൽ ബോഡി ക്ലോസ് വന്നാൽ ഈ ഒരു FEG, ഈ ഒരു 1 മിനിറ്റിന്റെ FEG ഫെയിൽ ആക്കിയത് അപ്പോഴാണ് നമ്മൾ കൺഫേം ആക്കുക. ആ ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, റെസ്പെക്ട് ചെയ്ത പോലെ വന്നു അല്ലെ? ആ ഓക്കെ. പക്ഷെ അത് സ്റ്റിൽ റെസ്പെക്ടിങ് എന്നുള്ള രീതിയിലാണ്. ദെൻ നെക്സ്റ്റ് വരുന്ന ക്യാൻഡിൽ, ഈ ഒരു സെക്കൻഡ് ക്യാൻഡിലാണ് ഇമ്പോർട്ടന്റ്. സെക്കൻഡ് വരുന്ന ക്യാൻഡിൽ എന്ത് ചെയ്തു? ഇങ്ങനെ ഇങ്ങനെ ക്ലോസ് ആയി. അല്ലല്ല, ഇങ്ങനെ ക്ലോസ് ആയ ഈ ഒരു ഹൈന്റെ മേലെ ക്ലോസ് ആയില്ലേ സെക്കൻഡ് ക്യാൻഡിൽ. FEG ടാപ്പ് ആയ ക്യാൻഡിലിന്റെ ഹൈ മേലെ ഇതേപോലെ ബോഡി ക്ലോസ് വന്നു കഴിഞ്ഞാൽ ഈ FEG ഫെയിൽ ആക്കി. ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരു സിനാരിയോ വരാണ്. അതായത് FEGയില് ഇപ്പോ ഒരു FEG, ഈ FEGയില് ഇതേപോലെ പ്രൈസ്, ഇത് സെല്ലാണ് കേട്ടോ നോക്കുന്നത്. നമ്മളിപ്പോ ഈ ഒരു FEGന്ന് സെല്ല് ആണ് നോക്കുന്നത്. സോ ഈ ഒരു FEG ഇങ്ങനെ പ്രൈസ് പോയിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ പോയി ക്ലോസ് ചെയ്തു അപ്സൈഡിലോട്ട്. ഓക്കെ. ഈ ഒരു അപ്സൈഡിലോട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നത് ഈ FEG ഫെയിൽ ആയതാണ് അല്ലെ? ഇനി ബൈ സൈഡ് ആണ് നോക്കുക എന്നുള്ള രീതിക്കാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ? സോ അത് കൺഫേം ആവാൻ ആയിട്ടില്ല. അതായത് നെക്സ്റ്റ് ക്യാൻഡിലും കൂടി ഇങ്ങനെ ക്ലോസ് ആയാൽ, ഈ ക്യാൻഡിലിന്റെ ഇവിടുന്ന് നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ആയിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ ക്ലോസ് ആയി, പ്രീവിയസ് ക്യാൻഡിലിന്റെ ഈ ഒരു വിക്കിന്റെ മേലായിട്ട് ഇങ്ങനെ ക്ലോസ് ആയി. അപ്പൊ നമുക്ക് എന്ത് കൺഫേം ആക്കാം? അപ് ട്രെൻഡ് അല്ല, ഈ ഒരു അപ് ട്രെൻഡിലോട്ട് ഇനി പോകാൻ ചാൻസ് ഇല്ല. ഇനി അപ്സൈഡ് ഈ ഒരു FEG ഇനി റെസ്പെക്ട് ചെയ്യാൻ ചാൻസ് ഇല്ല എന്ന് നമുക്ക് ഉറപ്പാക്കാം അല്ലെ? കാരണം ഇതിന്റെ മേലെ ക്ലോസ് ആയി. ഈ ഒരു FEG റെസ്പെക്ട് ചെയ്ത ഈ ഒരു ഫസ്റ്റത്തെ ക്യാൻഡിൽ ഉണ്ടല്ലോ, ഈ ക്യാൻഡിലിന്റെ ഹൈ ഇവിടെ ബോഡി ക്ലോസ് കിട്ടിയില്ലേ? നേരെ മറിച്ച് ഈ ഒരു ഫസ്റ്റത്തെ ക്യാൻഡിൽ ബോഡി FEG ഇതേപോലെ ബോഡി ക്ലോസ് കിട്ടിയാലും നെക്സ്റ്റ് ക്യാൻഡിൽ റെസ്പെക്ട് ചെയ്തിട്ട് മാർക്കറ്റ് പിന്നെ ഇങ്ങനെ താഴോട്ട് പോവാം. അതാണ് ഞാൻ പറഞ്ഞത്, സെക്കൻഡ് ക്യാൻഡിലാണ് ഇമ്പോർട്ടന്റ്. ക്ലിയർ അല്ലേ? ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചാൽ ക്ലിയർ ആവും. ഓക്കെ, നോക്കാം കുറച്ച് എക്സാമ്പിൾസ്. ഫോറവറിന്റെ രീതിയിലൊക്കെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇപ്പൊ ഈ ഒരു സിനാരിയോ ഉണ്ടോ? ഇതൊക്കെ റയർ ആയിട്ടാണ് ഇങ്ങനെ കാണാം. ഈ ഒരു FEG ഇപ്പോ നമ്മൾ പറഞ്ഞത് എന്താണ്? ഈ FEG റെസ്പെക്ട് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നോക്കണം എന്നുണ്ടെങ്കിൽ FEGയിൽ വന്ന് ടാപ്പ് ആയ ക്യാൻഡിൽ ഏതാണ്? ഈ ബുള്ളിഷ് ക്യാൻഡിൽ അല്ലേ? ഈ ബുള്ളിഷ് ക്യാൻഡിലിന്റെ ശേഷം വരുന്ന ക്യാൻഡിലാണ് ഇത്. ഓക്കെ, അത് ഈ പ്രീവിയസ് ക്യാൻഡിലിന്റെ ഹൈന്റെ മേലെ ക്ലോസ് ചെയ്തിട്ടില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈ സെറ്റപ്സ് ആണ് പ്ലാൻ ചെയ്യുക യൂഷ്വലി. പക്ഷെ ഇത് ഇങ്ങനത്തെ റയർ ആയിട്ടാണ് ഇങ്ങനത്തെ സിനാരിയോ വരാം. ഓക്കെ, ഇതേപോലെ ന്യൂസ് ക്യാൻഡിലൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ സിനാരിയോസ് വരാറുണ്ട്. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ FEG ഉണ്ടല്ലോ, ഈ FEGയിൽ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ ഇത് ടാപ്പ് ആയ ക്യാൻഡിൽ ഇതല്ലേ? ഈ ഒരു ബിയറിഷ് ക്യാൻഡിൽ FEGയിൽ ഒന്ന് ടാപ്പ് ആയത്. ഓക്കെ, അതിന്റെ ശേഷം വന്ന ക്യാൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ക്യാൻഡിലിന്റെ താഴെ വന്ന് ക്ലോസ് ചെയ്തോ? ഓക്കെ, ബോഡി ക്ലോസ് വന്നു. സോ ഈ ഒരു ബോഡി ക്ലോസ് ഈ ഒരു ക്യാൻഡിൽ തന്നപ്പോ തന്നെ നമുക്ക് ഇനി ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്ട് ചെയ്തിട്ട് മേലെ പോകാൻ ചാൻസ് ഇല്ല എന്ന് നമുക്ക് കൺഫേം ആക്കി കൂടെ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ടൈം ഇവിടെ നമ്മൾ ലാഭിച്ചു. നമ്മൾ ഈ ഒരു ക്യാൻഡിൽ ഇപ്പോ ഇത് കണ്ടില്ലേ, നമ്മൾ യൂഷ്വലി നോക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലോസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ല, ഈ FEG ഡിസ്റെസ്പെക്ട് ആക്കാനായിട്ട്.
അതിന്റെ ആവശ്യമില്ലല്ലോ ഇനി, കാരണം ഈ ഒരു ക്യാൻഡിൽ ഇങ്ങനെ വന്നാൽ തന്നെ നമുക്ക് മനസ്സിലായി ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇനി റെസ്പെക്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. ഓക്കെ, മാർക്കറ്റ് നെക്സ്റ്റ് ലിക്വിഡിറ്റി ആയിട്ടുള്ള ഇങ്ങോട്ട് പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിക്ക് നമുക്ക് എന്ത് നോക്കാം, ഇവിടുന്ന് ഒരു സെൽ സെറ്റപ്സ് പ്ലാൻ നോക്കിക്കൂടെ. ഓക്കെ, അപ്പൊ അതാണ് ഈ FEG റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, ആ അതെ 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 ആ അതെ, എൻട്രി ടൈം ഫ്രെയിം, എൻട്രി കൺഫർമേഷൻ ആണ് നോക്കുന്നത്. ഇല്ല ഇല്ല ഇല്ല, എൻട്രി കൺഫർമേഷൻ്റെ അവിടെ നോക്കിയാൽ മതി. ഓക്കെ, സോ ഇനി സ്വിങ് ഹൈയുടെ കേസ് പറഞ്ഞല്ലോ ബ്രോ, നേരത്തെ ചോദിച്ചില്ലേ സ്വിങ് FEG ഇല്ലാത്ത സെറ്റപ്സ് വരികയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന്. ഹലോ, ആ ഓക്കെ, അപ്പോൾ FEG ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവിടെ കൺഫർമേഷൻ നോക്കാന്ന് വെച്ചാൽ, ഫസ്റ്റ് വരുന്ന ക്യാൻഡിൽ ഇങ്ങനെ ബോഡി ക്ലോസ് ആയാലും ആ സ്വിങ് ഹൈ ഫെയിൽ ആക്കി നമ്മൾ കൺസിഡർ ചെയ്യൂല. ഓക്കെ, ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ അതിൽ പറഞ്ഞ സെയിം സെറ്റപ്പ് തന്നെ, ഫസ്റ്റ് ക്യാൻഡിൽ ബോഡി ക്ലോസ് ആണോ അതോ റിജക്ഷൻ ക്ലോസ് ആണോ, ഇതേപോലെ വിക്ക് ആണോ പോയിട്ടുള്ളത്, ബോഡി ആണോ പോയിട്ടുള്ളത് നമ്മൾ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. അതിന് ശേഷം വരുന്ന ക്യാൻഡിൽ ഉണ്ടല്ലോ, സെക്കൻഡ് ക്യാൻഡിൽ, അതിന്റെ രണ്ടാമത് വരുന്ന ക്യാൻഡിൽ, ഓക്കെ, ഈ ക്യാൻഡിൽമേലാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക. ഈ ക്യാൻഡിൽ ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്തു, ഈ ഫസ്റ്റ് ഈ സ്വിങ് ഹൈ റെസ്പെക്ട് ചെയ്ത ക്യാൻഡിലാണിത്. ഈ ക്യാൻഡിലിന്റെ വിക്കിന്റെ മുകളിലായിട്ട് എന്ത് ചെയ്തു, ബോഡി ക്ലോസ് വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്വിങ് ഹൈ ഇനി റെസ്പെക്ട് ചെയ്തിട്ട് ഈ സെല്ല് പോകാൻ ചാൻസ് കുറവാണ്, ചാൻസ് ഇല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നേരെ മറിച്ച് ഇത് ഇങ്ങനെ ക്ലോസ് ചെയ്താലോ, ഈ ക്യാൻഡിൽ ബോഡി ക്ലോസ് വന്നു, പക്ഷെ നെക്സ്റ്റ് ക്യാൻഡിൽ ഇങ്ങനെ വന്നു, ഇങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ബോഡി ക്ലോസ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, സ്റ്റിൽ റെസ്പെക്ടിങ് ആണ് എന്നാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ക്ലിയർ അല്ല. അപ്പോൾ നമ്മൾ ഫെയിൽ ആക്കുന്നതും കൺഫേം ആക്കുന്നതും, അതുപോലെ ഡിസ്റെസ്പെക്റ്റും ഫെയിൽ ആക്കുന്നതും റെസ്പെക്ട് ചെയ്യുന്നതും. ആ യൂസ് ചെയ്യാം. അത് നമ്മൾ അതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 50 മിനിറ്റിന്റെ ഫസ്റ്റത്തെ 50 മിനിറ്റിന്റെ ഫെയർ വാല്യൂ ആപ്പ് റെസ്പെക്ട് ചെയ്തോ ഡിസ്റെസ്പെക്ട് ചെയ്തോ നോക്കുക എന്ന് പറഞ്ഞില്ലേ, അതിന് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ആ ഫെയർ വാല്യൂ ആപ്പ് ഫുൾ ബോഡി ക്ലോസ് ചെയ്യാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ സെക്കൻഡ് ക്യാൻഡിൽ ബോഡി ക്ലോസ് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെൽ സെറ്റപ്സ് പ്ലാൻ ചെയ്യാം. ആ ആ ആ 1 മിനിറ്റിൽ മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് അത്. ആ ഫെയിൽ ആകുന്ന സിനാരിയോസ് നോക്കിയാൽ മതി. ആ അതായത് നമ്മൾ 50 മിനിറ്റിൽ നോക്കൂലേ, 50 മിനിറ്റിൽ നോക്കുമ്പോൾ ഇതിപ്പോ ഒരു വലിയ ഫെയർ വാല്യൂ ആപ്പ് ആണ് 50 മിനിറ്റിൽ വരുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫെയർ വാല്യൂ ആപ്പ് ഫെയിൽ ആക്കണം എന്നല്ല, നമ്മൾ ഫസ്റ്റ് ഫെയിൽ ആണോ അതോ റെസ്പെക്ടിങ് ആണോ എന്നല്ല നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ഫെയിൽ ആണ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യുക, നമ്മൾ ഇത്രയും ഇങ്ങനെ ക്ലോസ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യണ്ടേ. ഓക്കെ, അങ്ങനെ നേരെ മറിച്ച് നമുക്ക് എന്ത് നോക്കിയാൽ മതി, ഇവിടെ വന്ന് ടാപ്പ് ആയ ഫസ്റ്റ് ക്യാൻഡിൽ, ഈ ക്യാൻഡിൽ ഉണ്ടല്ലോ,
ഈ ക്യാൻഡിലിന്റെ താഴെ നെക്സ്റ്റ് ക്യാൻഡിൽ ബോഡി ക്ലോസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ബൈ പോകാൻ ചാൻസ് ഇല്ല എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് സെൽ സെറ്റപ്സ് പ്ലാൻ ചെയ്തൂടെ? അത് ക്ലിയർ ആണോ? ഏതാണ്? ആ ഏതില് 50 മിനിറ്റിലോ? ആ ആ അതെ. ഓക്കെ ആ അതെ അതെ. സ്വിംഗ് ലോ, അതെ. ആ അതെ അതെ. ആ ഫെയിൽ ആവുന്ന സിനാരിയോസ് മാത്രം നോക്കിയാൽ മതി. ആ ഇതിൽ നമുക്ക് ആ ഇപ്പൊ ഇത് ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ കേസില് ഇനി ഇത് സപ്പോസ് ഇത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിലോ, ഡെയിലിയുടെ ക്യാൻഡിൽ റെസ്പെക്ട് ചെയ്തിട്ട് ഫസ്റ്റ് വരുന്നത് സ്വിങ് ലോ ആണ്. ഇതിപ്പോ ഡെയിലിയുടെ ലൈനാണ്. സോ ഇങ്ങനെ വന്നിട്ട് ഇതാ ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് ഈ ഒരു സ്വിങ് ലോ ആണ്, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതല്ല പറഞ്ഞത്. സോ ഇത് റെസ്പെക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കുക. എങ്ങനെയാന്ന് വെച്ചാല് ഫസ്റ്റ് ക്യാൻഡിൽ വന്ന് ടാപ്പ് ആവുന്ന ക്യാൻഡില് ഇമ്പോർട്ടൻസ് ഇല്ല. ഇത് ഇങ്ങനെ ബോഡി ക്ലോസ് വന്നാലും പ്രശ്നമില്ല. ഇതിനിപ്പോ റിജക്ഷൻ ക്ലോസ് ഇങ്ങനെ വന്നാലും പ്രശ്നമില്ല. ഓക്കെ. ഇതിന്റെ ശേഷം വരുന്ന ക്യാൻഡിൽ ഉണ്ടല്ലോ, ഇത് ടാപ്പായി ഈ ക്യാൻഡിൽ ടാപ്പായ ക്യാൻഡിലിന്റെ ശേഷം വരുന്ന രണ്ടാമത്തെ ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡില് ഈ ഫസ്റ്റ് വന്ന ടാപ്പായ ക്യാൻഡിലിന്റെ വിക്കിന്റെ താഴെ ഇങ്ങനെ ബോഡി ക്ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് റെസ്പെക്ട് ചെയ്തിട്ട് ഇങ്ങനെ മേലോട്ട് പോകാൻ ചാൻസ് ഇല്ല എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ. ഇത് ഇങ്ങനെ ബോഡി ക്ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് പ്ലാൻ ചെയ്യാം? ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്ലാൻ ചെയ്യാൻ പറ്റും? ഇവിടുന്ന് സെൽ സൈഡ് പ്ലാൻ ചെയ്യാം. കാരണം ഇത് റെസ്പെക്ട് ചെയ്ത് ഇത് ഡിസ്റെസ്പെക്ട് ചെയ്ത് നമുക്ക് കൺഫേം ആയില്ലേ ഈ സെക്കൻഡ് ക്യാൻഡിൽ ബോഡി ക്ലോസ് വന്നതോടുകൂടി. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ടാപ്പ് ആയിട്ട് നമുക്ക് ഈ ഒരു ലോ വരെ നമുക്ക് ട്രേഡ് നോക്കിക്കൂടെ? മനസ്സിലായോ? അതേപോലെ തന്നെയാണ് ഇത്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫുൾ ബോഡി ക്ലോസ് കിട്ടാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് വന്ന് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്ന് ടാപ്പ് ആയ ക്യാൻഡിലിന്റെ ശേഷം രണ്ടാമത് അതിന്റെ സെക്കൻഡ് ആയിട്ട് വന്ന ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, ഈ ക്യാൻഡിൽ ഇതേപോലെ ഫസ്റ്റ് വന്ന് ടാപ്പ് ആയ ക്യാൻഡിലിന്റെ താഴെ ബോഡി ക്ലോസ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഡിസ്റെസ്പെക്ട് ആയി നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ. ദെൻ നമ്മൾ എന്ത് പ്ലാൻ ചെയ്യും? ഇവിടുന്ന് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇവിടെ ഓൾറെഡി ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് സെല്ല് നോക്കാം. ഇനി ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് നോക്കണം? ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി പോയിന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ അത് എങ്ങനെ ആയിരിക്കാം? സ്വിങ് ഹൈ ആയിരിക്കാം, ചിലപ്പോൾ എന്തായിരിക്കാം? FEG ആയിരിക്കാം. ക്ലിയർ ആയില്ലേ? ദെൻ മാർക്കറ്റ് ആ തിരിച്ച് ആ ഒരു സ്വിങ് ഹൈ ആണെങ്കിൽ ഹൈ, അല്ലെങ്കിൽ ഫസ്റ്റത്തെ ലിക്വിഡിറ്റി FEG ആണെങ്കിൽ FEG അതിൽ വന്ന് ടാപ്പ് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1 മിനിറ്റിൽ നമ്മൾ ഈ പറഞ്ഞ ഫെയിൽ ആക്കണം. നമ്മൾ ഈ സെറ്റപ്പ് ഫെയിൽ ആക്കുക എന്ന് പറഞ്ഞല്ലോ, ഫെയിൽ ആക്കൽ എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? ഓക്കെ. അത് പ്രകാരം ഫെയിൽ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഇവിടുന്ന് മേലോട്ട് പോകാനുള്ളത് ഫെയിൽ ആക്കിയത് കൺഫേം ആയി, താഴോട്ടാണെന്നുള്ളത് കൺഫേം ആയി ഫെയിൽ ആക്കിയാൽ. സോ അത് ഫെയിൽ ആക്കിയത് കൺഫേം ആയാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വരെ സെൽ സെറ്റപ്സ് പ്ലാൻ ചെയ്തൂടെ? ക്ലിയർ ആണോ? ഇവിടെ ഈ ഒരു ഇതുവരെ നമുക്ക് ഈ ഒരു IRL to ERL ഈ ഒരു ലോ വരെ പ്ലാൻ ചെയ്തൂടെ?
ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇന്നെടുത്ത 2 സെറ്റപ്സ് ഉണ്ട് പറഞ്ഞില്ല, അത് ഞാൻ കാണിച്ചു തരാം. ഇന്ന് ഫസ്റ്റ് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത് USD JPYയിലാണ്. സോ USD JPY ഓക്കെ. ഈ USD JPY ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേൾക്കുന്നില്ല സൗണ്ട്? ഓക്കെ. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് മൺഡേ ക്യാൻഡിൽ, ഇത് ഫ്രൈഡേയുടെ ക്യാൻഡിൽ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഏത് ക്യാൻഡിലിന്റെ ഹൈ ലോയോ മാർക്ക് ചെയ്യേണ്ടത്? ഇപ്പോൾ ഇന്ന് ട്രേഡ് എടുക്കണമെങ്കിൽ ഫ്രൈഡേയുടെ ക്യാൻഡിൽ അല്ലേ? അഷിംബ്രോ വന്നോ? ഓക്കെ. ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അത് കണ്ടിട്ട് ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടി നോക്കാം കേട്ടോ. എന്തെങ്കിലും മിസ്സായ ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ മാർക്ക് ചെയ്താണ്. ഇന്നിപ്പോൾ മൺഡേ ആണെന്നുണ്ടെങ്കിൽ ഫ്രൈഡേ ക്യാൻഡിലിന്റെ ഹൈയും ലോയും ആണ് നമ്മൾ മാർക്ക് ചെയ്യാം. ഓക്കെ. നമ്മൾ ഇപ്പോൾ ഇന്ന് ഞാൻ എടുത്ത 2 ട്രേഡ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ. ഫ്രൈഡേ ക്യാൻഡിലിന്റെ ഹൈയും ലോയും ഇതേപോലെ മാർക്ക് ചെയ്തു. ഓക്കെ. ദെൻ 50 മിനിറ്റിൽ ഈ ഒരു ഏരിയയിലായിരുന്നു. ഇതാണ് ആ റേഞ്ച്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒന്ന് ടാപ്പ് ആയത് നോക്കാം. ഹൈ എടുത്തില്ലേ, പ്രീവിയസ് ക്യാൻഡിലിന്റെ ഹൈ, പ്രീവിയസ് ഡെയിലി ക്യാൻഡിലിന്റെ ഹൈ ഇവിടെ ടാപ്പ് ആയില്ലേ, ഇതാണ് ആ ടാപ്പ് ആയത് ഈ ക്യാൻഡിൽ, കണ്ടോ? സോ ഇത് ടാപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് മാർക്ക് ചെയ്യാം? ഫസ്റ്റ് FEG 50 മിനിറ്റിലെ FEG കണ്ടോ? 50 മിനിറ്റിന്റെ FEG ടു IRL ടു ERL ഇതാണ്. അത് കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയില്ലേ? സോ ഞാൻ മാർക്കറ്റിൽ വന്നപ്പോൾ ഈ ക്യാൻഡിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു രീതിക്കാണ് ഞാൻ മാർക്കറ്റിൽ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഞാൻ മോർണിംഗിൽ വാച്ച് ചെയ്യുമ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് മാർക്കറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ അതിന്റെ ശേഷം ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഒരു FEG ക്രിയേറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്തു. 50 മിനിറ്റിന്റെ ബേസിൽ ഒരു FEG ക്രിയേറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തു. കണ്ടോ? ഇവിടെ ഒരു FEG ക്രിയേറ്റ് ചെയ്താണ്ടോ? അതായത് ഫസ്റ്റത്തെ FEG ഇവിടെ നമുക്ക് റെസ്പെക്ട് ചെയ്ത് മേലെ പോയി ക്ലോസ് ചെയ്തു. IRL ടു ERL കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ ഇനി ബൈ ആണോ സെല്ലാണോ നോക്കുക? ബൈ അല്ലേ? ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റത്തെ FEG മാർക്ക് ചെയ്യുക അവിടെ. ഈ FEGയിൽ വന്നാൽ ബൈ സെറ്റപ്സ് ആണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഇത് മാർക്ക് ചെയ്തതിന്റെ കൂടെ തന്നെ ജസ്റ്റ് എന്ത് നോക്കുക? 30 മിനിറ്റിൽ FEG ഉണ്ടോ എന്ന് കൂടി നോക്കുക. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 30 മിനിറ്റിൽ FEG ഉണ്ടോ? ഓക്കെ. മൈന്യൂട്ട് ആയിട്ട് FEG ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതിനാ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക? 50 മിനിറ്റിന്റെ FEG ആണോ 30 മിനിറ്റിന്റെ FEG ആണോ? 30 മിനിറ്റിന്റെ FEG. സോ ഇങ്ങനെ നോക്കുക. ഇനിയിപ്പോൾ 50 മിനിറ്റിലെ FEG നോക്കണ ആവശ്യമില്ല, കാരണം 30 മിനിറ്റിൽ ഓൾറെഡി FEG ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഇതിൽ FEG നമുക്ക് ഷിഫ്റ്റ് ആവോ? ഇങ്ങനെ ഷിഫ്റ്റ് ആവില്ല. ഇതല്ലേ നമ്മളിപ്പോ ലേറ്റസ്റ്റ് FEG. ഓക്കെ. സോ ഈ FEGയിൽ ഇനി പ്രൈസ് വന്ന് ടാപ്പ് ആയാൽ നമുക്ക് ഏത് ടൈം ഫ്രെയിമിൽ എൻട്രി നോക്കാം? 3 മിനിറ്റിൽ, കാരണം 30 മിനിറ്റിലെ FEG ആണിത്. അപ്പോൾ നമുക്ക് 3 മിനിറ്റിൽ എൻട്രി നോക്കാം. ഓക്കെ. ഇനി പ്രൈസ് ഇതിൽ വന്ന് ടാപ്പ് ആയി. പ്രൈസ് വന്ന് ടാപ്പ് ആയില്ലേ? പ്രൈസ് വന്ന് ടാപ്പ് ആയിട്ട് ഫസ്റ്റ് വരുന്ന FEG ഏതാണ്? ഇതല്ലേ ഫസ്റ്റ് വരുന്ന FEG. ഇത് ജസ്റ്റ് ഒന്ന് കളർ നോക്കുന്നുണ്ട്. ഓക്കെ. ഇതല്ലേ നമ്മൾ ഫസ്റ്റ് വന്ന് ടാപ്പ് ആയത്, അവിടുന്ന് മാർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന FEG. ഇത് ഫെയിൽ ആക്കാനാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് അല്ലേ? നമുക്ക് ബൈ സെറ്റപ്സ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ FEG ഫെയിൽ ആക്കണ്ടേ അല്ലേ?
സോ ഇത് ഫെയിൽ ആക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇപ്പൊ ഈ ഇതിൽ ടാപ്പ് ആകുന്ന ഫസ്റ്റ് ക്യാൻഡിൽ, ഓക്കെ, ഈ ക്യാൻഡിൽ കണ്ടോ? ഈ ക്യാൻഡിൽ കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് എന്താ ഇതാ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം ഇങ്ങനെ കാണുമ്പോൾ നമ്മൾക്ക് ഇത് ഫെയിൽ ആയിട്ടുണ്ടോ ഇല്ല? നമ്മള് സെക്കൻഡ് ക്യാൻഡിൽ റിജക്ഷൻ പ്രകാരം നോക്കുമ്പോൾ ഇത് ഫെയിൽ ആണോ റെസ്പെക്ടിങ് ആണോ? ഇത് ഫെയിൽഡ് ആണ് അല്ലേ? പക്ഷെ ഇവിടെ നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് ആണ്. ഞാൻ പേഴ്സണലി ഇത് എനിക്ക് സ്റ്റോപ്പ് ലോസ് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി റെസ്പെക്ട് ചെയ്ത് റെസ്പെക്ടിങ് ചെയ്ത് കഴിഞ്ഞ ഒരു സെറ്റപ്പ് ആണത്. അതായത് ഈ ഫെയർ വാല്യൂ ആപ്പ് ഉണ്ടല്ലോ, ഈ 3 മിനിറ്റിന്റെ ഫെയർ വാല്യൂ ആപ്പ് കേൾക്കുന്നില്ലേ? ഈ 3 മിനിറ്റിന്റെ ഫെയർ വാല്യൂ ആപ്പ് ഓൾറെഡി ഇവിടുന്ന് ടാപ്പ് ആയിട്ട് ഈ കണ്ടോ, ഈ റിജക്ഷൻ കണ്ടോ, ഓൾറെഡി ഈ ഒരു സൈക്ലിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഇത് കറക്റ്റ് കാണുന്നുണ്ടെങ്കിൽ 1 മിനിറ്റിൽ പോയി നോക്കിയാൽ മതി. കണ്ടോ, ഇവിടെയാണ് ആ ടാപ്പ് ആയത്. വൺ മിനിറ്റിൽ പോയി നോക്കിയാൽ പ്രൈസ് വന്ന് ടാപ്പ് ആയത് ഇവിടെ കാണുന്നുണ്ടോ? ഇവിടുന്ന് ഇതുവരെ താഴെ വന്നത് കാണുന്നുണ്ടോ? ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല. അതായത് ഓൾറെഡി FEG ടു IRL TRL ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, സൈക്ലിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ അത് എന്ത് ശ്രദ്ധിച്ചില്ല, ഈ ഒരു ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ നമ്മൾ കാണുമ്പോൾ ഇത് ഫെയിൽ ആയിട്ടല്ലേ നമുക്ക് തോന്നുക. ഓക്കെ, അതാണ് ഇന്ന് അതിൽ സ്റ്റോപ്പ് ലോസ് വരെ. ഇത് ആക്ച്വലി നമുക്ക് സെറ്റപ്പ് കൺഫേം ആയിട്ടില്ല. കൺഫേം ആവണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വരണം? ഈ ക്യാൻഡിൽ ഉണ്ടല്ലോ, അതായത് ഈ സൈക്ലിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരുന്ന ക്യാൻഡിലിന്റെ ഹൈ ഇതാണ്. ഞാൻ നെക്സ്റ്റ് ട്രേഡ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ വരണമായിരുന്നു? ഈ ക്യാൻഡിൽ ഉണ്ടല്ലോ, ഇപ്പൊ വന്ന ക്യാൻഡിൽ, ആ ക്യാൻഡിലിന്റെ മുകളിൽ, ഇതിന്റെ മുകളിൽ ഇനി ബോഡി ക്ലോസ് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ട്രേഡ് നോക്കുമായിരുന്നു. പക്ഷെ ഇത് ആക്ച്വലി ഓൾറെഡി FEG ടു IRL TRL കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഓക്കെ, അതുകൊണ്ട് പിന്നെ അത് സെറ്റപ്പ് ആക്ച്വലി ഇത് റെസ്പെക്ടിങ് ആണ് എന്നല്ലേ, സ്റ്റിൽ റെസ്പെക്ടിങ് ചെയ്ത് താഴോട്ട് വന്നോണ്ടിരിക്കല്ലേ നമ്മളെ സെറ്റപ്പ് പ്രകാരം. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്തു? നമുക്ക് ഇതിന് സ്റ്റോപ്പ്, അതായത് ഇനി ബൈസെറ്റപ്സ് നോക്കാൻ പറ്റൂല എന്ന് എവിടുന്നാണ് നമുക്കറിയില്ലേ? നമ്മുടെ FEG ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതുവരെ ഇത് പ്രൈസ് വന്നിട്ട് ഈ ഒരു സ്വിങ്ങിലോ ഉണ്ടല്ലോ, 30 മിനിറ്റിന്റെ ഈ ഒരു സ്വിങ്ങിലോ, ഇത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബൈസെറ്റപ്സ് പ്ലാൻ ചെയ്യണ്ട, നമുക്ക് ആ ഒരു ചാർട്ട് നോക്കണ്ട പിന്നെ. ഓക്കെ, ഇതാണ് നമ്മുടെ എൻഡിങ് പോയിന്റ്, ആ ബൈസെറ്റപ്സ് പ്ലാൻ ചെയ്യാനുള്ള. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ നമ്മുടെ കൺഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് നോക്കാം ബൈയെ. ഓക്കെ, ഈ ഒരു സ്വിങ്ങിലോ ഉണ്ടല്ലോ നമ്മൾ FEG മാർക്ക് ചെയ്തിരുന്നത്. ഓക്കെ, ഇവിടുന്ന് നോക്കി. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യാം? 3 മിനിറ്റിലെ FEG. ഇപ്പൊ ഇവിടുത്തെ സെറ്റപ്പ് പ്രകാരം നോക്കുമ്പോൾ ഇവിടുത്തെ ഫസ്റ്റത്തെ FEG ഏതാണ്? 3 മിനിറ്റിലെ ഫസ്റ്റത്തെ FEG എന്നല്ല, ഫസ്റ്റത്തെ ലിക്വിഡിറ്റി ഏതാണ്? ഇതല്ലേ. ഇത് ഫെയിൽ ആക്കിയാലാണ് നമ്മൾ ഇനി ബൈസെറ്റപ്സ് പ്ലാൻ ചെയ്യാം. സോ മാർക്കറ്റ് അഗൈൻ താഴെ പോയി. ഇപ്പൊ നമ്മൾ ഷിഫ്റ്റ് ചെയ്തില്ലേ, FEG ഷിഫ്റ്റ് ആയി. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ലിക്വിഡിറ്റി പോയിന്റ് ഇപ്പോൾ നിലവിൽ. ഇത് വന്ന് ടാപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ, പ്രൈസ് വന്നിട്ട് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്ലാൻ ക്യാൻസൽ ചെയ്യും, ഫുൾ പ്ലാൻ ക്യാൻസൽ ചെയ്യും. ഈ പെയർ ഇനി നോക്കൂല, ഇത് വന്ന് ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ നമ്മൾ നോക്കുക, അതിന്റെ ഉള്ളിൽ നമ്മളെ കൺഫർമേഷൻ കിട്ടുന്നുണ്ടോ നോക്കുക. ഇപ്പൊ FEG ഒന്ന് ടാപ്പ് ആയില്ലേ? ഓക്കെ, ഈ ക്യാൻഡിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കോ? ഇത് റെസ്പെക്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കണ ആവശ്യമില്ല. നെക്സ്റ്റ് ക്യാൻഡിൽ ഇനി ഇതിന്റെ മുകളിൽ ജസ്റ്റ് ബോഡി ക്ലോസ് വന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആ ബോഡി ക്ലോസ് വന്ന അവിടെ നമുക്ക് ട്രേഡ് ഇടാം. ബോഡി ക്ലോസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ആ ബോഡി ക്ലോസ് കിട്ടിയ ഉടനെ നമുക്ക് ട്രേഡ് അവിടെ ഇട്ടിട്ട് സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കാം. അതാണ് പ്ലാന്. ഓക്കെ, സോ നോക്കാം. സ്റ്റിൽ റെസ്പെക്ടിങ് ആണ് അല്ലേ FEG? ഇപ്പോഴോ ഇതാ ഈ ഒരു സിനാരിയോ വന്നാൽ തന്നെ എന്തായി? ഫെയിൽ ആക്കിയില്ലേ? ബോഡി ക്ലോസ് വന്നാണ്ടോ? ഈ റെഡ് ലൈനിന്റെ മേലെ വന്നില്ല ബോഡി ക്ലോസ്? ഓക്കെ, ആ ബോഡി ക്ലോസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി ട്രേഡ് ഇടാം. ഇതാണ് കറക്റ്റ് ഇന്ന് എടുക്കേണ്ടിയിരുന്ന സെറ്റപ്പ്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ആക്ച്വൽ സെറ്റപ്പ്. ഇതുവരെയാണ് നമ്മളെ ടാർഗറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് 1:2 ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 1:2 മിനിമം രീതിക്ക് വെക്കും. ഈ ഒരു റെഡ് ലൈന് ടാപ്പ് ആയാൽ നമ്മൾ എന്ത് ചെയ്യും? ബ്രേക്ക് ഈവൻ വെക്കും. ഓക്കെ, ഇതായിരുന്നു ഇന്നത്തെ ട്രേഡ് പ്ലാന്. കണ്ടോ? ആകെ ഈ ഒരു ട്രേഡിന് ആകെ എടുത്ത ടൈം എത്രയാണെന്ന് അറിയോ?
10:27 സ്റ്റാർട്ട് ചെയ്ത ട്രേഡ് 10:45 ആയപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരു 15-17 മിനിറ്റ് ആകെ എടുത്തിട്ടുള്ള ഒരു ട്രേഡ്. ഓക്കെ, ഏത് ഇതാണോ? ഓക്കെ, ഓക്കെ. ആ ഏതാണ് ഇതോ? ആ ഇതോ ഇതോ ആ നമുക്ക് നോക്കാം. നമ്മൾ ഈ ഈ FEG റെസ്പെക്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. ഇപ്പൊ ബ്രോ പറഞ്ഞത് FEG ഇങ്ങനെയാണെന്നുണ്ടെങ്കിലല്ലേ, ഇത്രയും വലിയ FEG ആണ്, ബോഡി ക്ലോസ് വന്നതും സ്റ്റിൽ FEGന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ബൈ നോക്കാൻ പറ്റും ഫെയിൽ ആണോന്നല്ലേ? അത് പ്രശ്നമല്ല. അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്, വലിയ FEG ആണെങ്കിൽ പോലും അത്രയും വലിയ FEG ഫെയിൽ ആക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിപ്പോ FEG ഇത്രയും വലിയ FEG ആണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് വന്ന് റെസ്പെക്ട് ചെയ്ത ക്യാൻഡിൽ ഇതാണ് അല്ലെ? ഈ FEGയിലോട്ട് ഫസ്റ്റ് വന്ന് റെസ്പെക്ട് ചെയ്ത ക്യാൻഡിലിന്റെ ഹൈന്റെ മേലെ ബോഡി ക്ലോസ് ഒരു ക്യാൻഡിൽ വന്നിട്ട്, അതായത് ഇതിപ്പോ 1, 2, 3 നാലാമത്തെ ക്യാൻഡിലാണ്. ഫസ്റ്റ് റെസ്പെക്ട് ചെയ്ത ക്യാൻഡിലിന് ശേഷം നാലാമത്തെ ക്യാൻഡിലാണ് ബോഡി ക്ലോസ് വന്നത്. അപ്പോഴാണ് നമ്മൾ കൺഫേം ആക്കിയത് ഈ ഫെയർ വാല്യൂ ആപ്പ് റെസ്പെക്ട് അല്ല, ഫെയിൽ ആക്കിയിട്ടുണ്ട് എന്നുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോഴാണ് നമ്മൾ അവിടെ ട്രേഡ് എടുക്കുക. അപ്പൊ അവിടെ നമുക്ക് മാർക്കറ്റ് ഓർഡറിൽ കയറിയിട്ട് നമുക്ക് ഏറ്റവും സേഫ് ആയിട്ട് ഇതിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇതേപോലെ ട്രേഡ് നോക്കാം. സോ ഇതായിരുന്നു ഒരു പ്ലാന്. ഇനി ഗോൾഡിൽ വേറൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഗോൾഡിലും ഇന്നത്തെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, കാണിച്ചു. ഓക്കെ, ഗോൾഡില് വർക്ക് ആവുമെന്ന് ചോദിച്ചാൽ ഞാൻ പേഴ്സണലി ചൂസ് ചെയ്യുന്ന കുറച്ച് പേഴ്സ് ഇതാണ്. GBP യൂസ് ചെയ്യാറില്ല. USD JPY, ഗോൾഡ്, ODUSD, യൂറോ USD, ഈ ഒരു 4ലാണ് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുക. USD ഇൻക്ലൂഡ് ആയിട്ടുള്ള പെയർ മാക്സിമം ചൂസ് ചെയ്യാൻ നോക്കുക. അതാകുമ്പോൾ വല്ലാതെ മാനിപ്പുലേഷൻസ് വരില്ല. സോ ഇതിൽ നമ്മൾ ഏത് ക്യാൻഡിലെ ഹൈസ് ആൻഡ് ലോസ് മാർക്ക് ചെയ്യാം? അഷിംബ്രോ കേൾക്കുന്നുണ്ടോ? ഓക്കെ, വീഡിയോ റെഡി. സോ ഏതാണ്? 7-ാം തീയതി ഫ്രൈഡേ ക്യാൻഡിലിന്റെ ഹൈ ആൻഡ് ലോയും മാർക്ക് ചെയ്യാം. ഫ്രൈഡേ ക്യാൻഡിലിന്റെ ഹൈസ് ആൻഡ് ലോസ് മാർക്ക് ചെയ്തു. ഇത് പെർഫെക്റ്റ് പ്ലാൻ ആയിരുന്നു, സെറ്റപ്പ്. ഓക്കെ, ഇത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? 50 മിനിറ്റിലല്ലേ നോക്കുക. ഓക്കെ, സോ ഇതാണ് നമ്മളെ 2 ലൈൻസ്, ഹൈസും പ്രീവിയസ് ക്യാൻഡിലിന്റെ ഹൈ, പ്രീവിയസ് ക്യാൻഡിലിന്റെ ലോ. സോ നമ്മൾ വെയിറ്റ് ചെയ്യുക ഏതെങ്കിലും ഒരു സൈഡിൽ ടാപ്പ് ആവാനായിട്ട്. ഇപ്പൊ ഏത് ടാപ്പ് ചെയ്തു? ഹൈ ടാപ്പ് ചെയ്തു. ഫസ്റ്റിലെ FEG, ഫസ്റ്റിലെ ലിക്വിഡിറ്റി നമ്മൾ മാർക്ക് ചെയ്യാം. ഈ ലിക്വിഡിറ്റി ആണ് റെസ്പെക്ട് ചെയ്യോ ഫെയിൽ ആവോ നമുക്ക് നോക്കാനുള്ളത് അല്ലേ? നമ്മൾ വെയിറ്റ് ചെയ്തു. ദെൻ മറ്റൊരു FEG ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഷിഫ്റ്റ് ചെയ്തു. ഇപ്പൊ ഇതാണ് റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാനുള്ളത്. ഇതിൽ നമ്മൾ ട്രേഡ് എടുക്കും ഈ FEGയിൽ. അല്ലല്ല, ഇത് നമുക്ക് കൺഫേം ആക്കാനുള്ള, ട്രെൻഡ് കൺഫേം ആക്കാനുള്ള FEG ആണ്. ഇവിടുന്ന് റെസ്പെക്ട് ചെയ്ത് ക്ലോസ് ചെയ്താലാണ് നമ്മൾ ബൈ സെറ്റപ്സ് പ്ലാൻ ചെയ്യുള്ളൂ നെക്സ്റ്റ് FEGയിൽ, അതിനുശേഷം ക്രിയേറ്റ് ആവുന്ന FEGയിൽ. ഇത് നമ്മൾ ട്രെൻഡ് കൺഫേം ആക്കാൻ യൂസ് ചെയ്യുന്ന FEG ആണ്, ഫസ്റ്റത്തെ ലിക്വിഡിറ്റി. അതായത് ഇത് റെസ്പെക്ട് ചെയ്തിട്ട് അഗൈൻ ഇവിടെ ഒരു ഫെയർ വാല്യൂ ആപ്പ് ഉണ്ടാക്കിയാൽ ഈ FEG എന്നാണ് നമ്മൾ ബൈ നോക്കുക. ഓക്കെ, ഇത് ഫെയിൽ ആക്കിയിട്ട്, അതായത് നമ്മൾ ബൈ ആണോ സെല്ലാണോ ഡിസൈഡ് ചെയ്യുന്ന FEG ആണിത്. ഓക്കെ, ഇതാണ് നമ്മളെ പ്ലാന്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഇനി എന്താ വെയിറ്റ് ചെയ്യേണ്ടത്? ഈ FEG റെസ്പെക്ട് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഇത്
ഇതിന്റെ മേലെ IRL to ERL കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പൊ വന്ന ക്യാൻഡിലിന്റെ താഴെ ബോഡി ക്ലോസ് വരണം, ഇങ്ങനെ ബോഡി ക്ലോസ് വരണം അല്ലെ. പക്ഷെ ഇതിൽ നോക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് FEGയിൽ ചിലപ്പോൾ ബോഡി ക്ലോസ് വന്നെങ്കിൽ പോലും ഇതാ ഇതിപ്പോ എന്താ സംഭവിച്ചിട്ടുള്ളത്, ഇതിന്റെ താഴെ ബോഡി ക്ലോസ് വന്നിട്ടുണ്ടോ? ആ ആ അതായത് ഇതാ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്തു, പ്രീവിയസ് ഡേന്റെ ഹൈ വന്ന് ഫസ്റ്റ് വന്ന് ടാപ്പായി. ഫസ്റ്റ് വന്ന് ടാപ്പ് ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ലിക്വിഡിറ്റി പോയിന്റ് മാർക്ക് ചെയ്യുക. ഈ FEG ആണ് ഡിസൈഡ് ചെയ്യാനുള്ളത്. ഇത് റെസ്പെക്ട് ചെയ്താൽ നമ്മൾ ബൈ നോക്കും, ഫെയിൽ ആക്കിയാൽ നമ്മൾ സെല്ല് നോക്കും, അതല്ല പ്ലാന്. ദെൻ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ നോക്കുമ്പോൾ ഇതേപോലെ ഷിഫ്റ്റ് ചെയ്ത് എന്ത് ചെയ്തു, ലേറ്റസ്റ്റ് FEG റെസ്പെക്ട് ചെയ്തു. ഇപ്പോൾ അല്ല മീൻസ് അതിൽ ടാപ്പായി പ്രൈസ്. ഓക്കെ, ഇത് പ്രൈസ് ടാപ്പ് ആയാൽ നമുക്ക് രണ്ട് ഓപ്പർച്യൂണിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞത്, അതായത് ടാപ്പ് ആയ ക്യാൻഡിലിന്റെ താഴെ നെക്സ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഡിസ്റെസ്പെക്ട് ചെയ്തിട്ട് സെല്ല് നോക്കാം നമുക്ക്. അതായത് ഇനി വരുന്ന ക്യാൻഡിൽ, ഈ ക്യാൻഡിലിന്റെ ഹൈ ഇങ്ങനെ ബോഡി ക്ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്ലാൻ ചെയ്യാം, സെൽ സെറ്റപ്സ് പ്ലാൻ ചെയ്യാം. ഇത് ഫെയിൽ ആക്കിയെന്നല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതേപോലെ ഈ ഒരു ഹൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈ സെറ്റപ്സും പ്ലാൻ ചെയ്യാം. IRL to ERL കംപ്ലീറ്റ് ആയില്ല ഈ FEGന്ന്. സോ അതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാ സംഭവിച്ചിട്ടുള്ളത്, ഇല്ലല്ല, ഇത് ബോഡി ക്ലോസ് ആവില്ല. ഇനി ബോഡി ക്ലോസ് വരണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ വരണം. അതായത് ഫസ്റ്റ് ക്യാൻഡിൽ റെസ്പെക്ട് ചെയ്തില്ലേ, ഇനി ബോഡി ക്ലോസ് വരണമെന്നുണ്ടെങ്കിൽ ഫെയിൽ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ ബോഡി ക്ലോസ് വരണം. ഇപ്പൊ ഈ ക്യാൻഡിൽ റെസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് പിന്നെ നമ്മളെ റെസ്പെക്ട് ക്യാൻഡില്. ഓക്കെ, ഇതിന്റെ താഴെയാണ് ബോഡി ക്ലോസ് വരേണ്ടത്. മനസ്സിലായോ? ഫസ്റ്റ് ക്യാൻഡിലിനെ റെസ്പെക്ട് ചെയ്തു ഈ ക്യാൻഡില് അല്ലെ, ബോഡി ക്ലോസ് വരാതെ റെസ്പെക്ട് അല്ലേ ചെയ്തത്. നേരെ മറിച്ച് ഈ ബുള്ളിഷ് ക്യാൻഡിൽ ഇപ്പൊ ഇതിന്റെ താഴെ ബോഡി ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ ഫെയിൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഇത് ഇപ്പോ ഇനി ഇതാണ് നമ്മുടെ ലോവസ്റ്റ് പോയിന്റ്. ഇതിന്റെ താഴെ ഇനി ബോഡി ക്ലോസ് വന്നാൽ പിന്നെ FEG ഫെയിൽ ആക്കി നമ്മൾ കൺസിഡർ ചെയ്യും. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചിട്ടുള്ളത്, IRL to ERL കംപ്ലീറ്റ് ചെയ്തു, ഫെയർ വാല്യൂ ഗ്യാപ്പ് ടു സ്വിംഗ് ഹൈ കംപ്ലീറ്റ് ചെയ്തില്ലേ. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള FEG ക്രിയേറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലായിട്ട് വേറൊരു FEG ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ FEGയിൽ നമ്മൾ ട്രേഡ് നോക്കുമോ? നോക്കൂ, ഇല്ല നോക്കൂല. കാരണം എന്താണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സൈക്ലിംഗ് കംപ്ലീറ്റ് ചെയ്യണത്. ഇത് ഇതിന്റെ ശേഷമല്ല കംപ്ലീറ്റ് ആയത്. ഈ FEGയിൽ ടാപ്പ് ആയതിനു ശേഷമാണ് ഈ ഒരു IRL to ERL കംപ്ലീറ്റ് ആയത്. ഓക്കെ, അപ്പൊ അത് കംപ്ലീറ്റ് ആവണം, മസ്റ്റ് ആയിട്ട് അത് കംപ്ലീറ്റ് ആവണം. അതിന് ആ ആ അതെ, ആ റെസ്പെക്ട് ചെയ്തു. എങ്ങനാ, ഈ FEGയിൽ നമ്മൾ ബേസിക്കലി ട്രേഡ് നോക്കൂല. സപ്പോസ് ഇത് ഇനി നമ്മൾ ഇവർക്ക് വരാനുള്ള ഈ ഒരു സെറ്റപ്പ് വരാണെങ്കിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ ഈ FEG എന്ന് പറഞ്ഞത് ഫസ്റ്റ് വെർഷൻ നമ്മൾ FEG എന്ന് പറഞ്ഞത് ട്രെൻഡ് കൺഫേം ആക്കാനുള്ള FEG ആണ്. ഇതിൽ നമുക്ക് ട്രേഡ് ഇല്ല. ആ ഏത് ട്രേഡ്,
ടാപ്പ് ആകുമ്പോൾ ഡെയിലിയുടെ ഈ ഒരു ഹൈ വന്ന് ടാപ്പ് ആകുമ്പോൾ നമ്മൾ 50 മിനിറ്റിലോട്ട് സ്വിച്ച് ചെയ്യും. ആ ആ അത് കംപ്ലീറ്റ് ആക്കി. ആ 1 മിനിറ്റിലോട്ട് എപ്പോഴാണ് പോവാന്നാണോ? അതാ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞില്ലേ, IRL to ARL ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് ഒരു FEG ക്രിയേറ്റ് ചെയ്യാനാണ്. പുതിയൊരു FEG അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ നമ്മൾ ലിക്വിഡിറ്റി ഏതാണ്? ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നിലവിൽ നമ്മൾ ലിക്വിഡിറ്റി ഏതാണ്? ഇതല്ലേ സ്വിങ് ലോ അല്ലേ? ഇതാണ്. അപ്പൊ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ പ്ലാന് അല്ലേ? ഓക്കെ, അപ്പൊ അതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ലോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ സെറ്റപ്സ് പ്ലാൻ ചെയ്യാം. സോ നമ്മൾ വെയിറ്റ് ചെയ്തു. അത് എടുക്കുന്നതിന് പകരം മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടെ ഇപ്പൊ എന്താ ക്രിയേറ്റ് ചെയ്തത്? 50 മിനിറ്റിൽ തന്നെ ഒരു FEG ക്രിയേറ്റ് ചെയ്തില്ലേ? സോ ഈ ലിക്വിഡിറ്റിന്റെ വാല്യൂഡ് ആണ്. ഇത് നോക്കണ ആവശ്യമുണ്ടോ? ഇതിന് നമുക്ക് എന്തിനായിട്ട് യൂസ് ചെയ്യാം? നമ്മളെ അതായത് ബൈ സെറ്റപ്സ് ക്യാൻസൽ ചെയ്യാനുള്ള ലൈനായിട്ട് നമുക്ക് യൂസ് ചെയ്തൂടെ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ആ ലൈൻമ അതിന്റെ ഉള്ളിലായിട്ട് നമുക്ക് കൺഫർമേഷൻ കിട്ടിയ ബൈ നോക്കിയാൽ മതി എന്ന് പറഞ്ഞില്ലേ? ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് ക്യാൻഡില് അങ്ങനെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയി കഴിഞ്ഞിട്ട് ഇതിൽ വന്ന് ടാപ്പ് ആയാൽ നമ്മൾ ബൈ സെറ്റപ്സ് പ്ലാൻ ചെയ്യും. 50 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 30 മിനിറ്റ് ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കുക നമുക്ക് FEG വല്ലതും ഉണ്ടോന്ന്. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ FEG വല്ലതും ക്രിയേറ്റ് ആയിട്ടുണ്ടോ നിലവിൽ? ഇല്ല. അപ്പൊ നമുക്ക് 50 മിനിറ്റ് തന്നെ യൂസ് ചെയ്തൂടെ? ഈ FEG തന്നെ വാലിഡ് അല്ലേ? ഓക്കെ, 50 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റിൽ നമ്മൾ എൻട്രി പ്ലാൻ നോക്കുന്നു. ഓക്കെ, 1 മിനിറ്റില് ഓക്കെ ഇതാണോ വന്ന് ടാപ്പ് ആയത്? ഈ ക്യാൻഡിലാണോ 50 മിനിറ്റിൽ ക്യാൻഡായി? 50 മിനിറ്റില് FEG വന്നിട്ട് ഇതാ ടാപ്പായി. ഈ ടാപ്പ് ആയതിനു ശേഷം ഫസ്റ്റിലെ FEG ഏതാണ്? ഇതല്ലേ? ഓക്കെ, അത് ഫെയിൽ ആക്കാനാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. ബൈ സെറ്റപ്സ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫെയിൽ ആക്കാനാണ് നമ്മൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇപ്പൊ ഫെയിൽ ആണോ? ഇപ്പത്തെ ക്യാൻഡിൽ ഫെയിൽ ആണോ? എങ്ങനെ? അല്ല അങ്ങനെയല്ല ബ്രോ, ഞാൻ പറഞ്ഞില്ല സെക്കൻഡ് ക്യാൻഡിലാണ്. ഇപ്പൊ ഈ ക്യാൻഡിൽ സ്റ്റിൽ ഇങ്ങനെ ക്ലോസ് ആയെങ്കിൽ പോലും നെക്സ്റ്റ് ക്യാൻഡിൽ വന്നിട്ട് എങ്ങനെ പോവാൻ ചാൻസ് ഉണ്ട്? ഇങ്ങനെ താഴോട്ട് പോവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ അതല്ല ചോദിച്ചത്, ഇപ്പൊ ഫെയിൽ ആണോ എന്ന് ചോദിച്ചാൽ. ഇത് സെറ്റപ്പ് ഫെയിൽ ആയിട്ടുണ്ട് ഇപ്പൊ? ഇല്ല. നെക്സ്റ്റ് ക്യാൻഡില് ഇങ്ങനെ വന്നു, ഇപ്പൊ ഫെയിൽ ആണ്. ഇപ്പൊ ഫെയിൽ ആയി എന്തേ? നമുക്ക് ഇവിടുന്ന് ട്രേഡ് ഇട്ടൂടെ? ഇവിടെ തന്നെ. മനസ്സിലായോ? ഇതിനെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇവിടെ വെക്കാം. ഇവിടെ തന്നെ ഈ സെറ്റപ്പ് സെല്ല് പോകാനുള്ളത് ഫെയിൽ ആയി. ബൈ സെറ്റപ്സിന് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഹൈ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഞാൻ ബ്രേക്ക് ചെയ്യാൻ വെച്ചിട്ടില്ലായിരുന്നു. ഇത് ഗോൾഡ് ഓൾറെഡി ഓൾ ടൈം നല്ല രീതിക്ക് ഹൈ പോകുന്നതായതുകൊണ്ട് ഞാൻ ഇതേപോലെ 1:2 ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ ഈ ഒരു സെറ്റപ്പാണ് ഇന്ന് രണ്ടാമത് എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ്. ഒരു മിനിറ്റ്. സോറി ഇവിടെയാണ് കേട്ടോ ടാപ്പ് ആയത്. ഈ ക്യാൻഡിൽ അല്ല ടാപ്പ് ആയത്. ഈ ബ്ലൂ ലൈൻ ഉണ്ടോ? ഈ ബ്ലൂ ലൈനിന്റെ ശേഷമുള്ള ക്യാൻഡിൽസ് ആണ് കേട്ടോ, ഇവിടെ അല്ല. 50 മിനിറ്റിന്റെ ക്യാൻഡില് കാണിച്ചു തരാം. ഇതിന് ശേഷം വരുന്നതാണ് സെറ്റപ്പ്. ഓക്കെ, ഞാനത് നോക്കി എടുത്ത് ട്രേഡ് ടീപ്പ് വെച്ച് ട്രേഡ് ചെയ്യുന്നു. ഓക്കെ, സോ ആ ഫെയർ വാല്യൂ ആപ്പ് അല്ല കേട്ടോ. സ്റ്റിൽ 50 മിനിറ്റിന്റെ FEG ടാപ്പ് ആയിട്ടില്ല.
ഓക്കെ, ഇപ്പോഴാണ് ടാപ്പ് ആയത്, കാണുന്നുണ്ടോ? ഇതാണ് ടാപ്പ് ആയത് ഇവിടെ. സോ ഇവിടുന്ന് ടാപ്പ് ആയിട്ട് ഫസ്റ്റ് വന്ന FEG ഇപ്പോൾ കണ്ടോ റെസ്പെക്ട് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, ഈ FEG ആണ് നമുക്ക് ഫെയിൽ ആക്കേണ്ടത്. ഇപ്പോൾ റെസ്പെക്ടിങ് അല്ലേ FEG? ഓക്കെ, സോ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇപ്പോഴോ ഫെയിൽഡ് ആക്കി. അപ്പോൾ ഇവിടുന്ന് ഞാൻ എൻട്രി ഇട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെ വെച്ചിട്ട് then 1:2 ഇതെത്തിയപ്പോൾ ബ്രേക്ക് ചെയ്യാം. ഇതിൽ ബ്രേക്ക് ചെയ്യാൻ വെച്ചിട്ടില്ലായിരുന്നു. ഈ ട്രേഡ് ഞാൻ ബ്രേക്ക് ചെയ്യാൻ വെച്ചിട്ടില്ലായിരുന്നു. ഞാൻ പുറത്ത് പോവായിരുന്നു. സോ ഞാൻ ഇത് ജസ്റ്റ് TPയും സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ് ഞാൻ നോക്കി കാണാം. മിസ്റ്റേക്ക് റെഡി കിട്ടുന്നില്ല. ഇവിടുന്നാണ് ട്രേഡ് എടുത്തിട്ടുള്ളതാ. ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഈ ഒരു ട്രേഡ് ഞാൻ ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് എന്തുകൊണ്ടാണ് ഇത് ആക്ച്വലി ട്രേഡ് ഇവിടുന്നാണ് വരേണ്ടിയിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അത് കിട്ടിയിട്ടില്ല. ഞാൻ എടുത്ത ട്രേഡ് ഈ താഴത്തുനിന്നായിരുന്നു. ഫസ്റ്റ് FEG ഒന്ന് റെസ്പെക്ട് ചെയ്തതാ. ഈ FEG ഉണ്ടല്ലോ, താഴെയുള്ള FEG ചെറുതായിട്ട് കാണുന്നത്. ആ FEG ഇത്രയും വലിയ ക്യാൻഡിൽ വന്നപ്പോൾ ഞാൻ റെസ്പെക്റ്റിംഗ് ആണ് എക്സ്പെക്ട് ചെയ്തത്. ഈ രണ്ടാമത് ക്യാൻഡിൽ ഉണ്ടോ, ഈ ക്യാൻഡിൽ ബോഡി ക്ലോസ് വന്നപ്പോഴാണ് ഇവിടെ ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ ഒരു രീതിക്കാണ് ഞാൻ ട്രേഡ് നോക്കിയിട്ടുണ്ടായിരുന്നത്. 1:2. ആക്ച്വലി എൻട്രി വരുന്നത് ഇവിടുന്നാണ് കറക്റ്റ് എൻട്രി വരേണ്ടിയിരുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ 30 മിനിറ്റിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഒരു മിനിറ്റ്. ഇല്ല, വേറെ ലിക്വിഡിറ്റി ഒന്നും ഇല്ല. 15 മിനിറ്റിന്റെ ബേസിൽ തന്നെയാണ് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. അറിയില്ല. ഒരു മിനിറ്റ്. ഇല്ലല്ല, 4 ഹവറിൽ ഞാൻ സ്വിച്ച് ഇല്ലല്ല. 4 ഹവർ നോക്കാറില്ല. 4 ഹവർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന് താഴെയായിട്ട് കുറെ ഫെയർ വാല്യൂ ഗ്യാപ്സ് ഒക്കെ കാണും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഫെയർ വാല്യൂ ഗ്യാപ്സ് കിട്ടും. സോ അതിനൊക്കെ പ്രീവിയസ് ക്യാൻഡലിൽ ഹൈസ് ആൻഡ് ലോസ് സ്വീപ്പ് ചെയ്തിട്ടുള്ള അല്ലേ? അതും ഈ സെറ്റപ്പ് അതാ ഈ ഒരു ട്രേഡ് ഞാൻ എടുത്തത്. അതെ, സ്റ്റോപ്പ് ലോസിന്റെ അടുത്ത് വരെ വന്ന് പോയത്. ഓക്കെ, ഈ സെറ്റപ്പാണ് ഞാൻ എടുത്തിട്ടുണ്ടായത്. പക്ഷെ ഇത് കറക്റ്റ് ട്രേഡ് വരേണ്ടിയിരുന്നത് ഇവിടെയാണ്. ഒരു മിനിറ്റ്, 15 മിനിറ്റ് കറക്റ്റ് FEG മാർക്ക് ചെയ്ത് കറക്റ്റ് തന്നെയാണ്. കണ്ടോ, ഇവിടെ FEG ടാപ്പ് ആയിട്ടില്ല ആക്ച്വലി. കണ്ടോ, അതാണ് മിസ്റ്റേക്ക് വന്നത്. FEG എവിടെ കറക്റ്റ് ടാപ്പ് ആയത്? ഇതാണ് ടാപ്പ് ആയത്. FEG ടാപ്പ് ചെയ്തത് ഇവിടെയാണ് കേട്ടോ. അതാണ് മിസ്റ്റേക്ക് വന്നത്. സോ ഈ ട്രേഡ് ഓക്കെ, ഞാൻ വിചാരിച്ചു ഇത് കറക്റ്റ് ഞാൻ പ്രോഫിറ്റ് എടുത്ത ട്രേഡാണ്. ഇത് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ട് ഇതില്? ഏത് FEG ഒന്നും ഇല്ലതാ. ടാപ്പ് മാർക്ക് ചെയ്ത് മാറിപ്പോ. ഞാൻ ഒന്നുകൂടി വേണമെന്നുണ്ടെങ്കിൽ റീവൈൻഡ് ചെയ്ത് കാണിച്ചു തരാം. FEG മാർക്ക് ചെയ്തത് മാറിപ്പോയതാ. ഞാൻ കാണിച്ചു തരാം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം മുതൽ.
സോ ഇതാണ് FEG 50 മിനിറ്റിന്റെ FEG 50 മിനിറ്റിന്റെ FEG മാർക്ക് ചെയ്തു. സോ 1 മിനിറ്റ് FEG ടാപ്പ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇപ്പൊ നേരത്തെ നമ്മൾ എടുത്തത്. ഇത് ഇവിടെ ടാപ്പ് ആയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, നമ്മൾ FEG പെട്ടെന്ന് മാർക്ക് ചെയ്തത് മാറിപ്പോയതാ. എങ്ങനെയാ പെട്ടെന്ന് ആ ആ ആ FEG മാർക്ക് ചെയ്തത് മാറിപ്പോയതാ. കറക്റ്റ് മാർക്ക് ചെയ്തില്ല, അവനില്ല. കറക്റ്റ് FEG മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വരുന്ന ഇഷ്യൂ ആണ്. ക്ലിയർ അല്ലേ? ഇതാണ് ആക്ച്വലി ടാപ്പ് ആയത്. കണ്ടോ, ഇവിടുന്ന് ടാപ്പ് ആയത്. നമുക്ക് ഇനി സെറ്റപ്പ് ഫെയിൽ ആക്കൽ ഏത് വരുമ്പോഴാണ് മാർക്കറ്റ് ഇതേപോലെ ഒരു ഫോള് വന്നിട്ട് ഇത് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലിരുന്ന് ടാപ്പ് ആണെന്ന് നമുക്ക് ഇനി സെറ്റപ്പ് ഇൻവാലിഡ് ആയി നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആ ഒരു ഇത് ഫെയിലാക്കി പിന്നെ അത്രയും താഴെ വന്നിട്ട് പിന്നെ ഈ ബൈ ഒന്ന് ഫോക്കസ് ചെയ്തിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, സോ ഇനി നമ്മൾ എന്ത് ചെയ്യാം? വെയിറ്റ് ചെയ്യാം. 50 മിനിറ്റിൽ ഒന്ന് ടാപ്പായി. ദെൻ അപ്പ് സൈഡിലോട്ടുള്ള FEG ഇതാ കണ്ടോ, ഈ റെഡ് സ്മോൾ ആയിട്ട് വരുന്ന ഈ FEG 1 മിനിറ്റിൽ കാണുന്നുണ്ടോ? ഈ FEG ഫസ്റ്റ് ക്യാൻഡിൽ വന്നു. സ്റ്റിൽ ഇത്രയും വലിയ, ഈവൻ ഇത്ര വലിയ ക്യാൻഡിൽ ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യാം? വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് അതിന് ശേഷം ഇപ്പൊ ഇത്രയും വലിയൊരു ക്യാൻഡിൽ വന്നിട്ട് എന്ത് ചെയ്യാ വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഇങ്ങനെ താഴെ പോവാം. കാരണം ഫസ്റ്റ് ക്യാൻഡിൽ എപ്പോഴും നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കൂല. ഫെയിൽ ആയ റെസ്പെക്ട് ചെയ്താണെങ്കിലും ബോഡി ക്ലോസ് ആണെങ്കിൽ പോലും. ഓക്കെ, നെക്സ്റ്റ് ക്യാൻഡിലിന് വെയിറ്റ് ചെയ്യുക. സെക്കൻഡ് ക്യാൻഡിൽ. ഓക്കെ, ഇപ്പോഴാണ് നമ്മൾ എന്ത് കൺഫേം ആക്കുക? കാണുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ആ, ഫസ്റ്റ് FEG റെസ്പെക്ട് ചെയ്ത ക്യാൻഡിലാണ്. ഫസ്റ്റ് FEG ഒന്ന് ടാപ്പ് ആയത് ഈ വലിയ ബുള്ളിഷ് ക്യാൻഡിലാണ് അല്ലേ? ആ ക്യാൻഡിൽ ബോഡി ക്ലോസ് കിട്ടിയെങ്കിൽ പോലും നമ്മൾ ട്രേഡ് നോക്കൂല. അതിന്റെ ശേഷമുള്ള സെക്കൻഡ് ക്യാൻഡിലിന് ബോഡി ക്ലോസ് കിട്ടണം. ഈ ക്യാൻഡിലിന്റെ മേലെ അത് കിട്ടിയില്ലേ? ആ, അപ്പൊ നമുക്ക് ഇവിടുന്ന് ട്രേഡ് ഇട്ടൂടെ? ഇവിടെ തന്നെ. ഓക്കെ, ഇവിടെ ട്രേഡ് ഇടുക. സ്റ്റോപ്പ് ലോസ് ഇങ്ങനെ വെക്കുക. ദെൻ 1:2. ഓക്കെ, ഈ രീതിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കറക്റ്റ് സ്റ്റോപ്പ് ലോസിന്റെ ഏരിയ വരെ വന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇത്രയും താഴെ വരെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല, പ്രോഫിറ്റ് അടിച്ചു. ഓക്കെ, ഇല്ല, ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം രണ്ട് ട്രേഡ് എടുക്കുള്ളൂ. അപ്പോൾ ഈ 4 പെയർ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഫോം ആവുന്ന ആ 2 സെറ്റപ്പ് ഉണ്ടല്ലോ, ആ 2 സെറ്റപ്പ് ഞാൻ എടുക്കും. പിന്നെ അന്ന് ഞാൻ നോക്കൂല. ഇന്ന് മോർണിംഗ് ഒരു 11-11:30 ആയപ്പോ തന്നെ ഇത് ഈ ട്രേഡ് TP അടിച്ചപ്പോഴാണ് 11 മണി. കണ്ടോ, 11 മണി ആയപ്പോൾ തന്നെ ഈ ട്രേഡ് TP അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മാർക്കറ്റ് നോക്കിയിട്ടില്ല. അപ്പൊ പിന്നെ ഇപ്പൊ ഈവനിങ് ആ നോക്കിയത് ക്ലാസ് എടുക്കുന്നതിന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഇതാണ് ഇന്ന് എടുത്ത ട്രേഡ്. ഇനി UDSCയിൽ ഒരു ട്രേഡ് സെറ്റപ്പ് ഉണ്ടായിരുന്നു. അത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് കാണിച്ചു. നമുക്ക് സെറ്റപ്സ് കിട്ടും. വെയിറ്റ് ചെയ്താലുള്ള ക്ഷമ ഉണ്ടായാൽ മതി. സെറ്റപ്പ് നമുക്ക് നമ്മുടെ സെറ്റപ്പ് പ്രകാരം ഒന്ന് ഫോം ആവാനൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഇത് മൺഡേ ക്യാൻഡിൽ നമ്മൾ ഫ്രൈഡേ ക്യാൻഡിലിന്റെ ഹൈയും ലോയും മാർക്ക് ചെയ്യാം. ഓക്കെ, മാർക്ക് ചെയ്തില്ലേ? ഓക്കെ, മാർക്ക് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാം? 50 മിനിറ്റിൽ ഏതെങ്കിലും ഒരു സൈഡ് ടാപ്പ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം. സോ ഓക്കെ, ഇപ്പൊ ടാപ്പ് ആയില്ലേ? ഇതാണ് ടാപ്പ് ആയത്. സോ ഇത് ടാപ്പ് ആയതിനു ശേഷം ഫസ്റ്റ് വരുന്ന ലിക്വിഡിറ്റി ഏതാണ്? ഫസ്റ്റ് വരുന്ന ലിക്വിഡിറ്റി പോയിന്റ് സ്വിംഗ് ലോ. അപ്പോൾ അത് ഫെയിൽ ആണോ റെസ്പെക്ട് ആണോ എന്ന് നോക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യാം.
പക്ഷെ മാർക്കറ്റ് ഇവിടെ എന്ത് സംഭവിച്ചു? ഒരു FEG ക്രിയേറ്റ് ചെയ്തോ? ഇപ്പൊ ലേറ്റസ്റ്റ് ലിക്വിഡിറ്റി ഏതാണ്? FEG. അപ്പൊ പിന്നെ ഇതിന് മാർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് ലിക്വിഡിറ്റി, ഈ ഒരു FEG. സോ അത് റെസ്പെക്റ്റ് ആണോ ഫെയിൽ ആണോ നോക്കാം. ഇപ്പൊ നമ്മൾ FEG പിന്നെ ഷിഫ്റ്റ് ആയില്ലേ? ഇപ്പൊ നമ്മൾ FEG ഏതാണ്? സോറി, ലിക്വിഡിറ്റി ഏതാണ്? ഇതാണ്. അത് എന്ത് ചെയ്തിട്ടുണ്ട്? റെസ്പെക്ട് ചെയ്തു, കംപ്ലീറ്റ് ആയി. കണ്ടോ? ഇതിന്റെ താഴെ പോയിട്ടില്ല. കറക്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ഇതിന് താഴെ പോയിട്ടുണ്ടോ? അപ്പൊ ഇത് എന്താണ്? IRL TRL കംപ്ലീറ്റ് ചെയ്തില്ലേ? FEG ടു സ്വിംഗ് ഹൈ കംപ്ലീറ്റ് ചെയ്തില്ലേ? കംപ്ലീറ്റ് ചെയ്തു. സോ ഇനി നമ്മൾ എന്താ നോക്കുക? 50 മിനിറ്റിന്റെ ഒരു FEG ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വന്ന ട്രേഡ് സെറ്റപ്പ് പ്ലാൻ ചെയ്യും. പക്ഷെ അതിന്റെ മുമ്പ് എന്തും കൂടി നോക്കണം. ഇതേപോലെ മൾട്ടിപ്പിൾ FEG 50 മിനിറ്റിൽ കണ്ടാൽ ജസ്റ്റ് 30 മിനിറ്റിൽ ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കുക. 30 മിനിറ്റിൽ FEG വല്ലതും ഉണ്ടോന്ന്. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റി? ഇത് ഫസ്റ്റ് FEGക്കാണ് എപ്പോഴും നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കുക. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് FEG 30 മിനിറ്റിന്റെ ഒരേ ടൈം ഫ്രെയിമിൽ. ഇപ്പോൾ ഹയർ ടൈം ഫ്രെയിമിൽ ഏറ്റവും ഹയർ ടൈം ഫ്രെയിം 50 മിനിറ്റും 30 മിനിറ്റും കമ്പയർ ചെയ്യുമ്പോൾ 30 മിനിറ്റ് ആണ് ഹയർ ടൈം ഫ്രെയിം. ആ ഹയർ ടൈം ഫ്രെയിമിലും 2 FEG ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് FEGക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക? ഫസ്റ്റ് വരുന്ന FEGക്ക്. ഓക്കെ, അപ്പൊ ഇതല്ലേ അതെ അതെ. ഇപ്പൊ നമ്മൾ ഇതില് 30 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇനി ഇതിലോട്ട് പ്രൈസ് വന്ന ഏത് ടൈം ഫ്രെയിമിലാണ് നോക്കേണ്ടത്? ഓക്കെ, ഇപ്പൊ അഗൈൻ ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്തു? ഒരു ചെറിയ FEG ക്രിയേറ്റ് ചെയ്തില്ലേ? ഓക്കെ, ഈ FEG ക്രിയേറ്റ് ചെയ്തു. 3 മിനിറ്റിൽ പോവാം. ഇനി ഈ FEGയിലോട്ട് മാർക്കറ്റ് വന്ന് നമുക്ക് ബൈ സെറ്റപ്സ് പ്ലാൻ ചെയ്തുകൂടെ? ടാപ്പായി. ഓക്കെ, കണ്ടോ? ഈ FEGയിൽ ടാപ്പായില്ലേ? സോ നമ്മൾ എന്ത് ചെയ്യാം? ഇനി എന്ത് മാർക്ക് ചെയ്യേണ്ടത്? ഫസ്റ്റില് FEG 3 മിനിറ്റിലെ FEG ഏതാണ്? ഇതല്ലേ? ഇത് ഫെയിൽ ആക്കാനാണ് നമ്മൾ ഇനി വെയിറ്റ് ചെയ്യാം. ഈ ക്യാൻഡിൽ ഫെയിൽ ആക്കിയിട്ടുണ്ടോ? ഫസ്റ്റ് വന്ന വലിയ ക്യാൻഡിൽ ഇല്ല. സോ സ്റ്റിൽ നമ്മൾ റെസ്പെക്ട് എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുക. ഇപ്പൊ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഫെയിൽ ആക്കിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ ട്രേഡ് ഇട്ടൂടെ? പ്ലാൻ ചെയ്തൂടെ? ഓക്കെ, ഇങ്ങനെ പ്ലാൻ ചെയ്യാം. ഓക്കെ, TP അടിച്ചില്ലേ? 1:2 ക്ലിയർ അല്ലേ? അപ്പോൾ ഈ രീതിക്കാണ് ഇപ്പോൾ നമ്മൾ 3 എക്സാമ്പിൾ കാണിച്ചു തന്നു. ഒരു ദിവസം കിട്ടിയ ട്രേഡ്സ് ആണ് 3 എക്സാമ്പിൾസ്. 3 ട്രേഡ് നോക്കണമെന്നുണ്ടെങ്കിൽ 1:6 എങ്ങനെയാ? എനിക്ക് ആ 30 മിനിറ്റിലോട്ട് പോവാം. 30 മിനിറ്റിലോട്ടല്ല, 50 മിനിറ്റിലോട്ട്. ഡെയിലിയുടെ ഹൈ ലോ മാർക്ക് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ 50 മിനിറ്റിലോട്ട് പോവാം. അതെ, അതെ. അത് ഇത്രേ ഉള്ളൂ. നമ്മൾ 50 മിനിറ്റിൽ നോക്കുമ്പോൾ ഇപ്പൊ ഇത് ഇത്രയും FEG കണ്ടോ? ഇവിടെ നോക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് 30 മിനിറ്റിലോട്ട് എപ്പോഴും സ്വിച്ച് ചെയ്യണം എന്നുള്ള ഇതൊന്നല്ല. അതായത് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല് ഇപ്പൊ ഇങ്ങനെ മൾട്ടിപ്പിൾ FEG കണ്ടോ? 50 മിനിറ്റിലൊക്കെ നമുക്ക് ഒറ്റനോട്ടം തന്നെ കണ്ടാൽ മനസ്സിലാവും കുറെ FEGs കാണും. അപ്പൊ ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കുക. 30 മിനിറ്റിൽ ഏതെങ്കിലും ഒരു FEG ക്രിയേറ്റ് എങ്ങനെയാ? ആ
ആ അത് നമ്മള് ഇപ്പൊ ബ്രോ എന്തുകൊണ്ടാണ് 30 മിനിറ്റ് 1 മിനിറ്റിലോട്ട് പോവാത്തതെന്നാണോ ഉദ്ദേശിക്കുന്നത്? ആ ഉം. ആ ഓക്കെ. ആ ആ ആ ഓ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോ ഡെയിലിയിലെ ഡെയിലിയുടെ ലൈന് ഡെയിലിയുടെ ലൈനിൽ 50 മിനിറ്റിൽ പ്രൈസ് വന്നിട്ട് ടാപ്പ് ആയിട്ട് എന്ത് ചെയ്തു, ഫസ്റ്റിലുള്ള FEG അല്ലെങ്കിൽ FEG അല്ലെങ്കിൽ ഫസ്റ്റത്തെ ലിക്വിഡിറ്റി അത് FEG ആവാം, സ്വിങ് ലോ ആവാം അല്ലെ, അത് റെസ്പെക്ട് ചെയ്തിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്തു. ഇതാ ഇതിന്റെ IRL TRL കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ ക്ലോസ് ചെയ്താൽ ഇത് കംപ്ലീറ്റ് ആയില്ലേ? ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു FEG ക്രിയേറ്റ് ആവൂലേ? ക്രിയേറ്റ് ആവുകയാണെങ്കിൽ, അതായത് ഇത് ഇവിടെ FEG ഇല്ലാന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റി ഏതാണ്? ഈ സ്വിങ്ങിലോ. ആ ഈ സപ്പോസ് FEG ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, നമ്മൾ ഈ ഒരു മാർക്കറ്റ് തിരിച്ച് എന്ത് ചെയ്യാ, ഇതിലോട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം, ഫസ്റ്റത്തെ FEGയിലോട്ട് വരാൻ വെയിറ്റ് ചെയ്യാം. ഇതിൽ വന്ന് ടാപ്പ് ആവൂലേ പ്രൈസ്, അപ്പോഴാണ് നമ്മൾ 1 മിനിറ്റിലോട്ട് സ്വിച്ച് ചെയ്യാം. ക്ലിയർ ആയില്ല? ഇതിൽ വന്ന് ടാപ്പ് ആകുമ്പോഴാണ് നമ്മൾ 1 മിനിറ്റിൽ സ്വിച്ച് ചെയ്യാം. ഇനി ഇത് സപ്പോസ് IRL TRL കംപ്ലീറ്റ് ചെയ്യാതെ എന്ത് ചെയ്തു, ഫെയിൽ ആക്കി, ഇതെന്ത് ചെയ്യും, നമ്മൾ ഫസ്റ്റ് നമുക്ക് കൺഫർമേഷൻ നോക്കണം, ബൈ ആണോ സെല്ലാണോ എടുക്കേണ്ടതെന്ന് കൺഫേം ചെയ്യാനുള്ള ഈ ഒരു FEG എന്ത് ചെയ്തു, ഇങ്ങനെ പോകുന്നതിന് പകരം എന്ത് ചെയ്തു, ഇങ്ങനെ ഫെയിൽ ആക്കി. ഇങ്ങനെ ഫെയിൽ ആക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ലിക്വിഡിറ്റി FEG ആണെങ്കിൽ ആ FEGയിൽ വന്നിട്ട് നമുക്ക് എന്ത് നോക്കാം, സെല്ല് നോക്കിക്കൂടെ? ഇനിയിപ്പോ FEG ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ നോക്കാം? ഈ FEG സപ്പോസ് ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നോക്കാം? ഈ സ്വിങ് ഹൈ എടുത്തിട്ട് സെല്ല് നോക്കാം. ഓക്കെ, ഈ സ്വിങ് ഹൈ എടുത്തിട്ട് സെല്ല് പ്ലാൻ ചെയ്യാം. ക്ലിയർ അല്ലേ? സോ വീഡിയോ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക, ഒന്നും കൂടി ഒരു 2-3 തവണ വാച്ച് ചെയ്യാം, എന്നാലും പ്രശ്നമില്ല. നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ ഇതിപ്പോ നാളെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോ ഷെയർ ചെയ്ത് ഇന്നലത്തെ ക്ലാസ് ഉണ്ടല്ലോ, അത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി വാച്ച് ചെയ്ത് നോക്കുക. അത് ക്ലിയർ ചെയ്ത് വരുമ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യാം, ഇന്നിപ്പോ വീഡിയോ എടുത്ത് ഇന്നത്തെ വീഡിയോ നാളെ ഒരു ന്യൂൺ ആകുമ്പോഴേക്കും അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, ക്ലിയർ അല്ല? അപ്പോൾ എന്നാ വൈൻഡപ്പ് ചെയ്യാം. ആ അതെ.